വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മൾ ഈ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകമായ ഒരു നിമിഷം നമുക്ക് ദൈവം നൽകിയ ഈ വലിയ ദാനത്തെക്കുറിച്ച്, വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഈ സമയത്ത് നന്ദിയുള്ളവരാകാം, കൃതജ്ഞതയുള്ളവരാകാം. പ്രത്യേകമായി ദൈവത്തിന്റെ അനന്തമായ കരുണയാല് ഈ ഇതില് താമസിക്കുവാനും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കീഴില് ജീവിക്കുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകി. ഈ കാലയളവില് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇന്ന് നമുക്ക് വലിയ സന്തോഷമായി ഈ ഭവനം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കാരണത്തിന്, ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്തിന്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്, കുടുംബങ്ങളുടെ മധ്യസ്ഥനായ, കുടുംബനാഥന്റെ മധ്യസ്ഥനായ ദൈവത്തിന്റെ പിതാവിന്റെയും ഈശോയുടെയും വലിയുടെ രക്ഷാകര ഫലങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. സ്വയം പരിചരിച്ചും അനുദിന ക്ലേശങ്ങളാകുന്ന കുരിശുകൾ അങ്ങേപ്പെട്ടെടുവാൻ ഈ കുരിശ് ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രൂപം ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കും പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനം വഴി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കർത്താവിന്റെ നിരഹൃദയത്തിന്റെ ഈ രൂപം ആശീർവദിക്കണമേ. ലോകാവസ്ഥാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അങ്ങയുടെ സജീവ സാന്നിധ്യം രക്ഷാകര പ്രവർത്തിയുടെ അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങൾ ഒഴിവാക്കട്ടെ. അധ്വാനിക്കുന്ന ഭാരവഹിക്കുന്നതുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ നിർവഹിച്ച മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിന് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൊണ്ടവരുടെ യാത്രകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും നന്മയിലേക്ക് നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുഗ്രഹീതമാകട്ടെ. ഭൂമിയിലും ലോകത്തിന്റെ പ്രകാശമായി ജീവിച്ച വിശുദ്ധരെ പോലെ സുവിശേഷ ചൈതന്യത്തെ വളരുവാനും മരണശേഷം സ്വർഗ്ഗത്തിലെ മുഖാമുഖങ്ങൾ ആനന്ദിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടത്തിയില്ല എന്നൊരു വിശുദ്ധ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. തിരുവചനം അനുദിനം വായിച്ചും പഠിച്ചും അങ്ങയെ കൂടുതൽ അടുത്തറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിന്റെ സാക്ഷികളായി ജീവിച്ച് അവസാനം അങ്ങയെ നേരിൽ ദർശിക്കുവാനും ഞങ്ങൾ അങ്ങയെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ സഹോദരൻ, വായന 12-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്നത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കണം മാനം ചെയ്യും എന്ന ജീവനെ കുറിച്ചു, എന്ത് ധരിക്കുന്ന ശരീരത്തെ കുറിച്ചും നിങ്ങൾ ഉൾക്കൊണ്ടാകുലനാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ സർവ്വജ്ഞനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയെ കാലത്ത് എഴുതപ്പെട്ടവരാണ് നിങ്ങൾ. കണ്ട മൂലം ആയുധ ധൈര്യം വരുമ്പോഴെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലനാകുന്നു? വയലിലെ ലിലികൾ എങ്ങനെ വളരുന്നു നോക്കുക, അധ്വാനിക്കുന്നില്ല, തോന്നിരിക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന സോളമൻ പോലും തന്നെ സർവ്വമഹത്വത്തിനെ പോലും നിങ്ങളായിരുന്നില്ല. നിന്നുള്ളതും നാളെ അടുത്തറിയുന്നതുമായ ദൈവപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ എവിടെ നിന്ന് അത്രയും അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിചാരിയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾ സ്വർഗ്ഗീയ പിതാവ് പറയുന്നു. നിങ്ങൾ ആദ്യം ഓർത്ത് രാജ്യം ഓർത്ത് നീതി അന്വേഷിക്കുക, അതോടെ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും എല്ലാ വൈശാചിക തന്ത്രങ്ങളിലെയും ഭാഗം വിമോചിതരും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഭഗവാനായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മാതൃകയിൽ കുടുംബം വളർന്നു വരട്ടെ. നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഐശ്വര്യകാലത്തെ സമൃദ്ധിയും കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. ഒരുപാടുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് നൽകുകയും മനസ്സ് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ